GTA 6 ഒരു എക്സ്റ്റെൻഡഡ് ലുക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ വന്നിട്ടുണ്ട്. അതിപ്പോൾ ആദ്യം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തു. രാത്രി ഒരു 12:30ക്ക്. അത് കഴിഞ്ഞ് യൂട്യൂബിൽ ഡയറക്റ്റ്ലി റിലീസ് ചെയ്തു. ആൻഡ് ഇറ്റ് ലുക്സ് ഇൻസെയിൻ. ഒരു രക്ഷയില്ല. നമ്മൾ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലിപ്പിംഗ്സ് പോലും വരാതെയാണ് നമ്മൾ പലരും പ്രീ ഓർഡറൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ വി ട്രസ്റ്റ് ദിസ് റോക്ക് സ്റ്റാറിനെ നമുക്ക് അത്രയും വിശ്വാസമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ അടുത്ത് കുറേ ക്ലിപ്സൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതിന് ബേസ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ. ആൻഡ് ആ ലീക്കിനെ ബേസ് ചെയ്തിട്ട് പെട്ടെന്ന് ലീക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് ഇവർ ചാടിക്കയറി ഇങ്ങനെ ഒരു എക്സ്റ്റൻഡ് ലുക്ക് കിട്ടുമെന്നു. അല്ലെങ്കിൽ ഇത് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 1-2 മാസം മുമ്പേ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 28 നെറ്റ്ഫ്ലിക്സിലൂടെ ഇറങ്ങുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് പ്ലാൻ ചെയ്തിട്ടാണ്. ആൻഡ് അവർ ഈ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ഫുട്ടേജ് ഫുള്ള് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് PS5-ലാണ്. ബേസ് PS5-ൽ, പ്രോയിലൊന്നുമല്ല. ആൻഡ് ഡീറ്റെയിലിംഗ് ഇവർ കൊടുത്തിട്ടുള്ളത് സോ ഗുഡ്. ഇതുവരെ നമ്മൾ കാണുന്ന ഏറ്റവും ഹയ്യസ്റ്റ് ക്വാളിറ്റി സാധനമായിരിക്കും നമ്മളിതിൽ കാണാൻ പോകുന്നുള്ളത് തീർച്ചയാണ്. ആൻഡ് എന്നെ ഭയങ്കരധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു സാധനങ്ങളിൽ ഒന്ന് ഇത് എത്രത്തോളം റിയലിസ്റ്റിക് ആണെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇതിന് മുമ്പുള്ള GTA ഗെയിംസും അല്ലെങ്കിൽ റോക്ക് സ്റ്റാറിൻ്റെ ഇപ്പോൾ റെഡ് ഡെഡ് റിഡംഷൻ 2 ആയിരുന്നു. ഇതുവരെയുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിൽ ഏറ്റവും അധികം ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് വന്നിട്ടുള്ള സാധനം. ഞാൻ പറയുന്നത് ഇത്ര വലിയ ഓപ്പൺ വേൾഡ്, ഇത്ര ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗെയിംസിൻ്റെ കാര്യമാണ്. ഈ RDR2 ഭയങ്കരധികം കണക്റ്റ് ആവാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് നേച്ചറാണ്. ഒന്നാമത് നമുക്ക് ആ ഒരു മിഡീവിയൽ അങ്ങനത്തെ ഒരു വേൾഡ് സെറ്റപ്പും ആ ഒരു കൗബോയ് സ്റ്റൈലിലുള്ള ആ ഒരു 1800 ആ ഒരു ടൈം പീരീഡും, വേറൊന്ന് അതിലുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ. ഫോർ എക്സാമ്പിൾ ഞാൻ അതിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുതിരയായിട്ടൊക്കെ ബോണ്ടിങ് വരുന്ന സമയത്ത് നമുക്ക് എത്ര ഒരു കുതിര നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ മിഷനിൽ നമുക്ക് ആ ഒരു പഴയ കുതിരേനെ കിട്ടില്ല. നമ്മൾ അത്രത്തോളം പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്ന നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഫീഡ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് അതിനെ മറ്റേ മുടി ചീകി കൊടുക്കണം, കുളിപ്പിക്കണം. അങ്ങനെ ഒരു കമ്പാനിയൻ പോലെ നമ്മളിങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സാധനം പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു വേദന, അത് ഇൻ ഗെയിമിൽ ഞാൻ ഫീൽ ചെയ്തത് അതിലാണ്. ഇപ്പം മറ്റ് ഗെയിംസിലൊക്കെ അതിന് സ്റ്റോറി വൈസൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഒരു ഓപ്പൺ വേൾഡ് ഗെയിമിൽ ഒരു സാധനത്തിനെ നമ്മൾ മിസ്സാവുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള RDR2-ലാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ഫീലിങ്സ് ആയിരിക്കും GTA 5 കിട്ടാൻ പോകുന്നത് എന്ന് ഇവരിതിൽ പല സമയത്തും ടീസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അതിൽ ഞാൻ പറഞ്ഞു, അതിൽ നമുക്ക് കുതിരേനെ മാത്രം നോക്കിയാൽ മതി. ഇതിൽ ഗേൾ ഫ്രണ്ടിനെ നോക്കണം. ഇതിൽ റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയായിരിക്കുമോ, നമ്മൾ എങ്ങനെ ആയിരിക്കില്ലയോ, അതൊക്കെ നമുക്കിതിൽ മാറ്റേണ്ടി വരും. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ നടക്കുന്ന സമയത്ത് ഹോൾ ഹാൻഡ്സ് എന്ന് കാണിക്കുന്നുണ്ട്. കൈ വേണമെങ്കിൽ പിടിക്കാം. ഇൻ റിയൽ ലൈഫിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരാളെ കൈ പിടിച്ച് പോകുന്നത് ഇഷ്ടമില്ല. ഇപ്പോൾ ഇങ്ങനെ കോളേജിലൊക്കെ പോകുമ്പോൾ അവിടെ പല പെൺകുട്ടികളും ഇതുപോലെ ഗേൾസ് തന്നെ ഇപ്പോൾ റോട്ടിൽ കൂടെ നടന്നു പോകണമെങ്കിൽ കൂടി അവരിങ്ങനെ കൈ പിടിച്ചിട്ടായിരിക്കും നടന്നു പോകുക. അത് എനിക്കറിയില്ല മെൻ്റലി അവരുടെ ഒരു കംഫർട്ട് സോൺ ആണോ, അവർക്ക് അങ്ങനത്തെ അവരുടെ ജസ്റ്റർ അങ്ങനെയാണോ, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണോ എനിക്കറിയില്ല. അങ്ങനെ കൈ പിടിച്ച് നടക്കുന്ന കുറേ പേര് ഞാൻ കാണാറുണ്ട്, ഡെയിലി കാണാറുണ്ട്. പക്ഷേ ഇൻ പേഴ്സണൽ എനിക്ക് ആ ഒരു സംഭവം ഇഷ്ടമല്ല, ഒരാളെ കൈ പിടിച്ച് നടക്കുന്നത്. പക്ഷേ ഈ ഗെയിമിൽ കൈ പിടിച്ചാലേ പറ്റൂ. ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ കൈ പിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് നമ്മുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഗെയിമിലെ റിലേഷൻഷിപ്പിൽ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു സെറ്റപ്പ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഗെയിം പ്ലേയിൽ അത് കാണിക്കുന്നുണ്ട്. ഈ ഹോൾ ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പക്ഷേ ഈ ജെയ്സണും ലൂസിയായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇൻ ഗെയിം ത്രൂ ഔട്ട് നമ്മൾ കാണുമ്പോൾ ഇവർ ചിലപ്പോൾ ഫുൾ അത് ഒരു പക്ഷേ ഗെയിമിൽ മിഷൻസിലോ വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അഫക്റ്റീവ് ആയിരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ പ്ലേ ത്രൂസ് ഒക്കെ നടത്തുന്ന സമയത്തായിരിക്കും ഇപ്പോൾ ഫസ്റ്റ് ടൈം ഈ പറഞ്ഞ പോലെ നമ്മളെങ്ങനെയാണോ എന്നുള്ള രീതിയിൽ നോർമലി ഇതൊന്നും ചെയ്യാതെ മൈൻഡ് ചെയ്യാതെ ഫുൾ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് നടക്കുമ്പോൾ ഒരുപക്ഷെ വേറെ രീതിയിലുള്ള ഒരു നറേറ്റീവ് പോകും. ഒരുപക്ഷെ നേരെ തിരിച്ച് ഭയങ്കര കെയറിങ് ആയി ഭയങ്കര റിലേഷൻഷിപ്പിൽ ഭയങ്കര അധികം ഊർന്ന് നിന്ന് ഒക്കെ പരിപാടികൾ നടത്തുമ്പോൾ ഈ നറേറ്റീവ് എൻ്റയർലി ചേഞ്ച് ചെയ്യാനുള്ള പെർസ്പെക്റ്റീവും ഉണ്ട്. സോ ഐ തിങ്ക് ഇതൊക്കെ മൾട്ടിപ്പിൾ പ്ലേ ത്രൂവിന് വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഈ ആളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകണം, ആ ആളെയും കൊണ്ട് ഇങ്ങനെ കറങ്ങാൻ പോകണം. ഇതിനിടയിൽ ഈ ഗെയിം പ്ലേയിൽ ഈ ലൂസിയ ഡ്രസ്സ് മാറാൻ പോവാണ്, ഞാൻ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ കുളിമുറിയുടെ പുറത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ വേഗം വരാൻ പറഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് പോവാം. ഹറിയപ്പ് എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇൻ റിയൽ ലൈഫ് നമ്മൾ പറയില്ലേ, ഇന്ന് വേഗം ഇറങ്ങുക പോകാന്ന് പറഞ്ഞിട്ട് ആ സംഭവം വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഈ ഇൻ ഗെയിം ആ ഒരു ക്യാരക്ടറിൻ്റെ ഡൈനാമിക്സ് മുഴുവനായിട്ട് മാറും, ആ സാധനം ഫീഡാവും. പിന്നെ അങ്ങോട്ട് ഒരുപക്ഷെ അങ്ങനെ ചിലപ്പോൾ ആ പോകുന്ന മിഷൻ കംപ്ലീറ്റ്ലി കുളമാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് റിയൽ ലൈഫിനോട് എത്ര അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഈ ക്യാരക്ടേഴ്സിനെ തന്നെ സെറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കരധികം ഹുക്ഡായി. എനിക്ക് ഈ ഗെയിം ഇപ്പം തന്നെ കളിക്കണം എന്നുള്ള സെറ്റപ്പ്. ഇത് കളിക്കുമ്പോൾ നമ്മൾ ഗെയിം കളിക്കുകയാണെന്ന് നമുക്ക് തോന്നില്ല. ഐ തിങ്ക് വിർച്വലി നമ്മൾ വേറൊരു വേൾഡിൽ പെട്ട പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്
ഇവർ ഈ ഗെയിമിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോട്ട്. എനിക്കിത് ആ ഒരു സംഭവം ഈ RDR2 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം ഇവർ ഇതേപടി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വേറൊന്ന്, ഇതിൽ ഗേൾ ഫ്രണ്ടിനെ മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് നമ്മളെ നോക്കണം. മറ്റേ നമ്മളിപ്പോൾ RDR2 നമുക്ക് ഈ ഹെൽത്ത് കുറഞ്ഞ ഹെൽത്ത് അടിക്കാം, മറ്റേ ഇടയ്ക്ക് ഫുഡ് കഴിക്കുക, ആ സംഭവമാണ് മാത്രമേ ഉള്ളൂ. പിന്നെ കുതിരയ്ക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന ആ സെറ്റപ്പാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ GTA പണ്ട് GTA ഗെയിംസിലൊക്കെ കണ്ടില്ല, നമ്മൾ ഹെൽത്ത് ബാറൊക്കെ ഉണ്ട്. നമ്മൾ മറ്റേ സാൻ ആൻഡ്രിയാസിലൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ജിമ്മിൽ പോകില്ല, അതുപോലെ ഐ തിങ്ക് നമ്മൾ ജിമ്മിൽ പോയില്ല, നമ്മൾ ഓവർ ഫുഡൊക്കെ കഴിച്ചു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിൽ ബിൽഡ് കൂടാനും നമുക്ക് ചിലപ്പോൾ തടി വയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട്. തടി വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓടാൻ പറ്റില്ല. അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ മറ്റേലെ കണ്ടിട്ടില്ലേ, കുതിരയ്ക്ക് കതച്ചാൽ പിന്നെ പറ്റില്ല. സോ കുതിരേനെ ഇടയ്ക്ക് ഇതാക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ബാക്കിയുള്ളവരെ നോക്കണം, നമ്മുടെ കാര്യം നോക്കണം, നമ്മൾ ഇടയ്ക്ക് ജിമ്മിൽ പോകണം, ഇടയ്ക്ക് റോബറി നടത്തണം, ഇടയ്ക്ക് ഗേൾ ഫ്രണ്ടിനോട് കൂടെ പുറത്ത് പോകണം. അങ്ങനെ ശരിക്കും വേറൊരു വിർച്വൽ വേൾഡിൽ നമ്മൾ പെടുന്നുള്ളത് തീർച്ചയായും. സോ ഇതിൻ്റെ ഒരു പ്ലേ ത്രൂ മാത്രമല്ല, ഇതിൽ ഞാൻ കേട്ടതൊരു 80 മണിക്കൂർ എന്തോ ഇതിൻ്റെ ഈ സ്റ്റോറി മാത്രം ഉണ്ടെന്നാണ്. 80 മണിക്കൂർ. സോ RDR2 ഐ തിങ്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 100-150 മണിക്കൂർ എന്തോ എടുത്തു. പക്ഷേ അതിൻ്റെ അപ്പുറം എടുക്കുന്നുള്ളത് ഇതിലും തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ 2x വെർഷൻ അല്ലെങ്കിൽ 2-3 ഇരട്ടി വലിപ്പമുള്ള മാപ്പാണ്. പോരാത്തതിന് അതിൽ നമുക്ക് സമയം പോകാനുള്ള സാധനങ്ങൾ കുറവാണ് RDR കുറേ പേർക്ക് ഇഷ്ടമല്ലാത്തത് ഭയങ്കര ഉറക്കപ്പിച്ചാണ്, ഉറക്ക ഗുളികയാണെന്നൊക്കെ കുറേ പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഗെയിമാണ്, എനിക്ക് അങ്ങനെ സംഭവം തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ആ മൈൻഡ് ഇല്ലാത്ത ഫാസ്റ്റ് പേസ്ഡ് ഗെയിം പ്ലേ വേണം, ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വേണമെന്നുള്ള കുറേ പേരുണ്ട്. ഐ തിങ്ക് അങ്ങനെയുള്ളവരെയും കൂടി ടാർഗറ്റ് ചെയ്ത് ഈ RDR2 എന്തൊക്കെയാണ് അവർക്ക് ഈ ഒരു ജനറൽ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടാവില്ല, ഇപ്പോൾ ന്യൂ ജെൻ ആൽഫ ജെൻസി പിള്ളേർക്കൊക്കെ ഭയങ്കര ഹുക്ഡ് ആവുന്ന രീതിയിലാണ് ഈ ഇതിൻ്റെ വേൾഡ് ബിൽഡിംഗ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. കാരണം പുറത്തിറങ്ങിയാൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള കുറേ സാധനങ്ങളുണ്ട്. മറ്റേതിൽ നമുക്ക് ജസ്റ്റ് NPCs മാത്രം വെറുതെ ഉള്ളെങ്കിലും ഓരോ NPCനെയും കൂടി സെറ്റ് ചെയ്ത് ഈവൻ നമ്മൾ ഈ ഗെയിമിൻ്റെ സ്റ്റോറിയൊക്കെ നമ്മൾ മറന്ന് ജസ്റ്റ് എക്സ്പ്ലോറേഷൻ മാത്രമാവും കുറേ കാലത്തേക്ക്, കുറേ മാസത്തേക്ക് എന്നുള്ളത് എന്നുപോലെ ടീസ് ചെയ്യുന്നുണ്ട് ഇത്. സോ RDR2 നമുക്കിങ്ങനെ കുതിരയും കൊണ്ട് ഇങ്ങനെ ആ ഒരു നല്ല സുഖത്തിൽ സമാധാനത്തിൽ പോകുന്ന സംഭവമാണെങ്കിൽ ഇതിൽ അങ്ങനെയല്ല. ആ ഒരു സമാധാനം ഇവിടെ ഉണ്ടാവില്ല. എപ്പോഴും ഭയങ്കര അധികം ക്രൗഡ് ഫീൽഡായിട്ട് ഭയങ്കര അധികം എൻഗേജറായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും. രാത്രിയാണെങ്കിൽ പാർട്ടീസ്, രാവിലെയാണ് ഇങ്ങനെ, ഇവിടെ ഇപ്പുറത്ത് ക്രൈം, അപ്പുറത്ത് കുറേ ആൾക്കാർ, ഇങ്ങനെ ഫുൾ ചറപറ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറിയാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളത്. ഈവൻ ഇതിൻ്റെ ആ ഒരു ഗെയിം പ്ലേ കണ്ടിരിക്കുമ്പോൾ തന്നെ സമയം പോയത് അറിഞ്ഞേ ഇല്ല. ഈവൻ അരമണിക്കൂറുണ്ട്, ഇത് അരമണിക്കൂർ ഉള്ളൂ. പക്ഷേ അരമണിക്കൂർ എന്നല്ല, എനിക്കിത് കഴിയരുത് എന്ന് തോന്നി. നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെട്ടെന്ന് ആ ഒരു ഫീലാണ്. കാരണം അത്രത്തോളം നമ്മൾ ഇതിന് ഗെയിം പ്ലേ വെച്ച് ഹുക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഗോണ ബി ലൈക്ക് നമ്മൾ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും മാത്രമല്ല, ഒരു പക്ഷേ ഇനി അടുത്ത കുറേ വർഷത്തേക്ക് ഇത് തന്നെ ആയിരിക്കും എല്ലാവരും ഇതിൽ പല സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഈവൻ ഇപ്പോഴും GTA 5 കണ്ടൻസ് കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ, ഇതുവരെ ആരും ചെയ്യാത്തത് അത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ PC വന്ന് പറയാമല്ലോ മോഡ് തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ ആദ്യം PC വരുന്നില്ല, PlayStation എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ Xbox എക്സ്ക്ലൂസീവ് മാത്രമായിട്ട് ഇറക്കുന്നുണ്ടാവുക. സോ അതിൽ തന്നെ നമുക്ക് മാക്സിമം എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ RDR2 ഞാൻ ഈ പറഞ്ഞ പോലെ അതിൽ നമുക്ക് എന്തൊക്കെയാണ് ആൾക്കാർക്ക് പിടിക്കാതെ പോയത് അതൊക്കെ നികത്തിയിട്ടാണ് ഈ സാധനം ഇറക്കുന്നത്. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ദെൻ ഇതിൻ്റെ മാക്സിമം ഏറ്റവും കൂടുതൽ കമ്പാരിസൺ വരിക RDR2. ഞാനും പേഴ്സണലി RDR2 എന്താണോ അതിൻ്റെ അപ്പുറത്ത് വരണം എന്നുള്ള ഒരു മൈൻഡാണ്. കാരണം ഇതിൻ്റെ ഡയറക്റ്റ് കമ്പാരിസൺ അതാണ്. കാരണം റോക്ക് ഇതുവരെ ഉണ്ടാക്കില്ല. GTA 5 ആയിരിക്കില്ല അത് കമ്പാരിസൺ വരിക. GTA 6 ഡയറക്റ്റ്ലി RDR2 ആയിരിക്കും കമ്പാരിസൺ വരിക. കാരണം അതിൻ്റെ അതേ മെക്കാനിക്സ് എടുത്തിട്ടായിരിക്കും ഇതിൽ ചെയ്യുക. ഈ പറഞ്ഞ പോലെ എൻ്റയർലി കുറേ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട്, പക്ഷേ അവർക്ക് അതിൻ്റെ ബേസ് പ്രോപ്പർ കിട്ടിയിട്ടുണ്ട്. അവർ അമ്മമാരൊരു സാധനമാണ് ഇറക്കിയിട്ടുള്ളത്. സോ അത് വെച്ച് ഇവർക്ക് ഇങ്ങനെ വർക്ക് ചെയ്ത് അടിപൊളിയാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ആക്കണമെന്നുള്ളത് ഇവർ ഈ എല്ലാ കാര്യത്തിലും ഇതിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റേലൊക്കെ ആണെങ്കിൽ കാറെടുത്ത് നമുക്ക് ഇങ്ങനെ പറക്കാം GTA 5 അതിന് മുമ്പുള്ള എല്ലാ GTAസിലും. പക്ഷേ ഇതിലൊക്കെ നമുക്ക് ഐ തിങ്ക് മറ്റേതിൽ കുതിരനെ നമ്മൾ കൺട്രോൾ ചെയ്ത പോലെ തന്നെ ഇതിൽ കാർസിലൊക്കെ ഫ്യൂവൽസ് ഉണ്ടാവും, ഫ്യൂവൽ കഴിയുണ്ടാവും, ഫ്യൂവൽ നിറയ്ക്കണം. ഈ ഇലക്ട്രിക് കാർസ് ആണെങ്കിൽ അത് ചാർജ് ചെയ്യണം. ദെൻ പോലീസ് പിടിക്കാൻ വന്നാൽ മറ്റേ നോർമൽ ലെവലൊന്നും അല്ല, കുറച്ച് ഇതിൽ ആ ഒരു ചെയ്സീനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. അത് നമ്മൾ ഈ ടയറിൽ വെടി വയ്ക്കുമ്പോൾ ബൗൺസ് ചെയ്യുന്നു. ഒരുപക്ഷെ പല രീതിക്കുള്ള പോലീസ് മെക്കാനിസംസും പിന്നെ ആ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ആ സെറ്റപ്പുകളൊക്കെ തന്നെയാണ്. പക്ഷേ ചെയ്സ് കാര്യങ്ങളൊക്കെ ലുക്സ് സോ ഗുഡ്. നമ്മൾ മറ്റേതിൽ 3 ക്യാരക്ടേഴ്സ് എനിക്ക് അധികം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. GTA 5 ഇതിൽ 2 ക്യാരക്ടേഴ്സിന് വെച്ച് ചില സമയത്ത് നമുക്ക് കാർ ചേസിൻ്റെ ഇടയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് മറ്റേ ക്യാരക്ടർ സ്വിച്ച് ചെയ്ത് ഇവർ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ റൈഡ് ചെയ്യാൻ, കാർ ഓടിക്കാനായിട്ട് മറ്റേ ക്യാരക്ടറിനായിട്ട് സ്വിച്ച് ചെയ്യും. സോ
ഭയങ്കര ഭയങ്കര എൻഗേജിങ് ആയിട്ട് സാധനം പോകുന്നുണ്ടായിരുന്നു. ഈ 2 ക്യാരക്ടേഴ്സിനെ ത്രൂ ഔട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഒരു ബാഡ് എൻഡിങ് ഒന്നും തരരുതെന്ന് മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് ഇതെല്ലാം നമ്മുടെ കയ്യിലാണ്. ഇതിൻ്റെ എൻഡിങ്ങും ഇതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് സ്റ്റോറി ലൈനും നമ്മുടെ കയ്യിലായിരിക്കും എന്നുള്ളതാണ്. സോ നമ്മളെടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും ഇതിൽ മാക്സിമം ഇതിൽ ഇൻ ഗെയിം അഫക്റ്റ് ആകാൻ പോകുന്നുണ്ട്. ആൻഡ് ഗെയിം പ്ലേയിൽ എനിക്ക് ആകെ ആ ഒരു വെപ്പൺ വീൽ സിസ്റ്റം ഉണ്ടല്ലോ, അതിപ്പോൾ RDRലും GTA 5 എല്ലാം സിമിലറാണ്. അതിലൊരു വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല. ഒരു പക്ഷേ ഇൻ ഗെയിം വരുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ഒറ്റ പേഴ്സ്പെക്റ്റീവിൽ ഇതിൻ്റെ മാക്സിമത്തിൽ ഒരു എത്ര പേർക്ക് കാണിക്കാൻ പറ്റുമോ അത്രയും സാധനം ഒരു അരമണിക്കൂറിൽ കാണിച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതൊന്നല്ല, പക്ഷേ ഇതിൻ്റെ അപ്പുറത്തെ സാധനങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ടാവും. ഈവൻ മൊബൈൽ വെച്ചിട്ട് ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡാണെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ആൾക്കാർ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മൾ RDR ഒരാളെ കൊന്നാൽ അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കാണിക്കുക. അയാൾ പെട്ടെന്ന് പോയിട്ട് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ കാര്യം തീർന്നു. അയാളെ പിടിച്ച് കൊന്നാൽ പിന്നെ വലിയ പ്രശ്നമില്ല. ഇതിൽ അതേപോലെ ഫുൾ CCTV ഉണ്ട്, ഫുൾ ക്യാമറാസ് ഉണ്ട്. ആരെങ്കിലൊക്കെ ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പ്രശ്നമാവും. സോ നമുക്ക് മാസ്ക് ഇട്ടിട്ട് വേണം റോബറിയൊക്കെ നടത്താൻ. അങ്ങനെ റിയലിസ്റ്റിക്കിൻ്റെ അങ്ങേ അറ്റായിരിക്കും എന്നുള്ളത് ഈ ഗെയിം തീർച്ചയായും. ആൻഡ് ഐ എം സോ ഹുക്ഡ്. ഈ സാധനം കണ്ടു നോക്കുക. നിങ്ങളിപ്പോൾ ഇതുവരെ പ്രീ ഓർഡർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്കത് കളിക്കണം എന്ന് ഇതുവരെ തോന്നിയിട്ടില്ലെങ്കിലും ഈ സാധനം കണ്ടാൽ നമുക്ക് തോന്നും. നമുക്ക് ആ ലീക്കും കാര്യങ്ങളൊന്നും കാണരുത്, ഇത് ഡയറക്റ്റ്ലി കണ്ടു നോക്കാം. ഇറ്റ്സ് സോ ഗുഡ്. ഇത് കണ്ടവരുണ്ടെങ്കിൽ ഈ ഒരു എക്സ്റ്റെൻഡഡ് ഗെയിം പ്ലേനെ പറ്റിയിട്ടുള്ള ക്ലിപ്പുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതുവരെയുള്ള വെയിറ്റിംഗിൽ ഒരു പക്ഷേ നമുക്ക് ഇനി അടുത്ത ഏറ്റവും വലിയ വരായിരിക്കുന്നത് വൂൾവറിനാണ്. സോ ഐ തിങ്ക് വൂൾവറിൻ വിൽ ഫിൽ ദി ഗ്യാപ്പ്. മറ്റ് ഗെയിംസൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പിക്കുന്നുണ്ട്. ഐ എം സോ എക്സൈറ്റഡ് ടു ബി ഇൻ ദ വേൾഡ് ഓഫ് ജേസൺ ആൻഡ് ലൂസിയ ആഫ്റ്റർ വാച്ചിങ് എക്സ്റ്റെൻഡഡ് നെറ്റ്ഫ്ലിക്സ് റിലീസ്. സോ കണ്ടവരുണ്ടെങ്കിൽ ഈ ഒരു എക്സ്റ്റെൻഡഡ് ക്ലിപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.